കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. അപ്പോൾ ഗുരുവായൂരപ്പനെ കാണണ്ടേ. ഗുരുവായൂരപ്പൻ്റെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്ന് ഏത് രൂപത്തിലാണ്, അമ്പാടിയിലെ ഏത് രൂപം എടുത്തിട്ടാണെന്ന് ആ കണ്ണൻ നമ്മളെ കാത്തു നിൽക്കണമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള ആ മഞ്ജുളാലിൻ്റെ അവിടെ വന്നിട്ട് മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്ത് നമുക്കിങ്ങനെ വരാം. അങ്ങനെ വന്ന് വരുമ്പോൾ നേരെ ആ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് ഗണേശനെയും കണ്ട് തൊഴുത് മുട്ടൊക്കെ അറുത്ത് ഇങ്ങനെ വരാം. അങ്ങനെ പ്രാർത്ഥിച്ച് സർവ്വ വിഘ്നങ്ങളും അകറ്റാൻ വേണ്ടി പ്രാർത്ഥിച്ച് നമ്മൾ കിഴക്കേ നടയിലൂടെ ആ ഗോപുരവാതിൽ കടന്ന് അങ്ങനെ അകത്തേക്ക് വരാം. അങ്ങനെ അകത്തേക്ക് വന്ന് നേരെ നമ്മൾ കൊടിമരം കാണാം. കൊടിമരത്തിൻ്റെ മുന്നിലുള്ള വലിയ ബലിക്കല്ലും അതുപോലെ മുകളിലേക്ക് നോക്കിയാൽ ആ കേശവൻ്റെ 2 കൊമ്പുകൾ, സ്വർണം പതിച്ച കൊമ്പുകൾ കാണാം. അതിന് നടുക്കായിട്ട് ലക്ഷ്മി ദേവിയുടെ വിഗ്രഹവും കാണാം. അതൊക്കെ കണ്ട് തൊഴുതങ്ങനെ വരുമ്പോൾ വാതിൽപ്പടി അങ്ങനെ കയറുമ്പോൾ ഇടതേ വശത്തുള്ള മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കുക. വലതേ വശത്തുള്ള ആ തൂണൊന്ന് നോക്കിയിട്ട്, നരസിംഹാവതാരത്തിൻ്റെ തൂണൊന്ന് നോക്കിയിട്ട് തൊഴുത് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അപ്പം ഇങ്ങനെ ആകെ പ്രകാശപൂരിതമായ ആ ഒരു ശ്രീലകമാണ് കാണുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഇന്ന് താമരയാണ് കാണുന്നത്. ആദ്യം ആ താമര ഇങ്ങനെ വലിയ താമര ഉണ്ട് കേട്ടോ. പട്ടൊക്കെ ഇങ്ങനെ മടക്കിച്ച് താമര ഇങ്ങനെ താമരയിൽ മുട്ടുകുത്തിയിട്ട് ഇരിക്കുകയാണ് ആള്. അപ്പോൾ ആ കാൽപാദങ്ങൾ കാണാനുണ്ട്, കാൽവളകൾ കാണാനുണ്ട്. അതേപോലെ തന്നെ ഒരു കയ്യിൽ, വലത്തെ കയ്യിൽ വെണ്ണ ഉരുളുണ്ട്, ഇടത്തെ കയ്യിൽ ആ ഓടക്കുഴൽ ഇങ്ങനെ മാറോട് ചേർത്തിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മുരളീധരനുമാണ് വെണ്ണക്കണ്ണനുമാണ്, അങ്ങനെയാണ്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ കുമ്പൊക്കെ നന്നായിട്ട് വീർത്തിട്ടുണ്ട് കേട്ടോ. നല്ല നേദ്യമൊക്കെ കഴിച്ചിട്ടേ, വെണ്ണയൊക്കെ ധാരാളം കഴിച്ചിട്ട് അമ്പാടിയിലത്തെ യശോദാമ്മ കൊടുത്ത വെണ്ണയൊക്കെ എടുത്ത് കഴിച്ച് പിന്നെ ഒരു ഉരുള കയ്യിലും കൊടുത്തിട്ട് അവിടെ ഇരിക്കുകയാണ്. ആ താമരയിൽ ഇരിക്കുക. ഇനിയിപ്പോൾ അവിടെ നിന്ന് എണീച്ച് പോകരുത് കേട്ടോ എന്ന് അമ്മ പറയുകയാണേ. നീ എവിടേക്കും പോകരുതുണ്ടെങ്കിൽ അവിടെ ഇരിക്കുമോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുത്തിയണ്ണ. അപ്പോൾ അങ്ങനെ ആ ഒരു കാഴ്ചയാണ്. തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങളാണ്. ഒന്ന് ഓടക്കുഴലുണ്ട്, ഒന്ന് വെണ്ണയുണ്ട്. പിന്നെ എന്താ പ്രശ്നം? അപ്പോൾ വളരെ ചിരിച്ച മുഖത്തോട് കൂടിയിട്ട് പ്രസന്നനായിട്ടാണ് ഇരിക്കുന്നത്. ആർക്ക് എന്ത് അനുഗ്രഹം വേണമെങ്കിലും ഞാൻ തരാമെന്ന് പറഞ്ഞിട്ടപ്പം ഇരിക്കുന്നത്. അങ്ങനെ കാണുമ്പോൾ ആ കാഴ്ചയാണ്. അങ്ങനെ ഒരു നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച. അങ്ങനെ കൈവിളകൾ, തോൾവിളകളൊക്കെ അണിഞ്ഞിട്ടുണ്ട്. അതേപോലെ ആരമണി കിങ്ങിണിയൊക്കെ ഇങ്ങനെ ചാർത്തിയത് കാണാനുണ്ട്. വളയം പോലത്തെ മാല, അതേപോലെ പതക്കം പോലത്തെ ഒരു മാല, ഒരു മുട്ടുമാല പോലത്തെ മാല, അങ്ങനെ 2-3 മാലകളുണ്ട്. പിന്നെ ഒരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. പൊന്നിൻ്റെ കിരീടം ചാർത്തിയിട്ടുണ്ട്. അലങ്കാരമൊക്കെ കഴിഞ്ഞെണ്ണു. അതായത് ഉണ്ണീനെ നന്നായിട്ട് പുറപ്പെടുവിച്ചിട്ട് അവിടെ ഇരുത്തിയെണ്ണ. ഇനി എവിടെയും പോകരുത് കേട്ടോ, ഇവിടെ ഇരിക്കണം, ഈ താമരയിൽ നിന്ന് ഇറങ്ങരുത് എന്നൊക്കെ പറഞ്ഞിട്ടേ അമ്മ യശോദാമ്മ അങ്ങനെ ഇരുത്തിയിട്ട് അങ്ങനെ പോയിണ്ണ, എങ്ങോട്ടോ പോയിണ്ണ. അപ്പോൾ എന്തെങ്കിലും ജോലികൾ തീർക്കാൻ വേണ്ടി പോയതായിരിക്കേ. എന്തായാലും നമ്മുടെ പൊന്നുണ്ണി അവിടെ അങ്ങനെ കാത്തിരിക്കുകയാണ് എല്ലാ ഭക്തരെയും അനുഗ്രഹിക്കാനായിട്ട്. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ തിരുമുടിമാല 2 കാണാണ്ട്, വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതും, അതേപോലെ തെച്ചിയും വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതും. അതേപോലെ തന്നെ വലിയ ഉണ്ടമാലയുണ്ട്. ഉണ്ടമാല എങ്ങനെയാ വെച്ചാൽ വെളുത്ത പൂവ്, തുളസി, തെച്ചി, അങ്ങനെ താമരയും കൂടിയിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു രസമായിട്ടുള്ള കാഴ്ച. അങ്ങനെ പൊന്നിൻ്റെ പ്രഭയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ കാണുന്നു. പൊന്നിൻ്റെ കിരീടത്തിൻ്റെയും അതേപോലെ പൊന്നോടക്കുഴലും ഗോപീതിലകത്തിൻ്റെയൊക്കെ കാതിലത്തെ ചെവിപ്പൂക്കളൊക്കെ ഇങ്ങനെ കണ്ട് നല്ല രസമായിട്ടുള്ള കാഴ്ച. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് തൊഴാണെന്ന് അങ്ങനെ മനസ്സിൽ വിചാരിക്കുക. ആ മനസ്സുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ ആ ഉണ്ണിക്കണ്ണനെ ഇങ്ങനെ കാണുക. ആ താമരയിലിരിക്കുന്ന താമരക്കണ്ണനായ വെണ്ണക്കണ്ണനെ, ആ മുരളീധരനെ കണ്ട് തൊഴുക. എല്ലാവരും പ്രാർത്ഥിച്ചോളും, ഗുരുവായൂരപ്പൻ്റെ ആ ഉണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹം ലഭിക്കും. അങ്ങനെ അവിടുന്ന് തൊഴുത് നമ്മൾ ഇറങ്ങിയ നേരെ അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴാം. അതേപോലെ ആ തിടപ്പള്ളി നോക്കി തൊഴാം. പിന്നെ അങ്ങനെ വരുമ്പോൾ ആലിലക്കണ്ണനെയും കണ്ട് സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വരാം. അങ്ങനെ വന്ന് ഗണേശൻ്റെ അടുത്തേക്ക് വരിക. ഗണേശൻ്റെ അവിടെ ഇന്ന് മുഖമൊക്കെ ഇങ്ങനെ ഇതായിട്ടുണ്ട്. ചെറിയൊരു ഗോളകയാണ് ഇപ്പോൾ ഉള്ളത്.
പിന്നെ നേരെ ധാരാളം പൂക്കൾ വെച്ചിട്ടുണ്ട്, കിരീടമൊക്കെ അതിന് മുകളിലുണ്ട്. അപ്പോൾ ഗണേശനെ പ്രാർത്ഥിക്കാം കേട്ടോ. ഏകദന്തം മഹാകായം ദപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അങ്ങനെ സരസ്വതി ദേവിയുടെ അടുത്തേക്ക് നോക്കുക. അപ്പോൾ സരസ്വതി ദേവിയുടെ അടുത്ത് ഇപ്പോഴൊക്കെ ഇനിയിപ്പോൾ അവിടെ പുതിയ ഫോട്ടോ വരികയാണ് കേട്ടോ, വരച്ച് അതിൻ്റെ അതായത് മഹാനവമിയുടെയും വിജയദശമിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം കൂത്തമ്പലത്തിലും ഒക്കെ വെച്ച് പിന്നെ നാലമ്പലത്തിലേക്ക് വെക്കുകയാണ് പുതിയ ഫോട്ടോ. അതിൻ്റെ വരവ് ഉണ്ട്. അപ്പോൾ പുതിയ സരസ്വതി ദേവിയുടെ ചിത്രം നമുക്ക് കാണാൻ കഴിയും, ഫോട്ടോ. അപ്പോൾ നമുക്ക് സരസ്വതി ദേവി, ഇപ്പോൾ ഉള്ള സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കണ്ട് തൊഴുത് നമ്മൾ വേഗം അങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ മേൽശാന്തിൽ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങിയിട്ട് വരുമ്പോൾ വാമന രൂപത്തെയും കാണാം. അതേപോലെ ഗജേന്ദ്രമോക്ഷം വിഷ്ണുവിനെയും ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന വിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ വരുമ്പോൾ നേരെ അനന്തശായിയായ അനന്തപത്മനാഭനെയും കാണാം. അവിടെയൊക്കെ ധാരാളം പൂക്കളുണ്ട്, മാലകളുണ്ട്. കണ്ണന് ഏറ്റവും പ്രിയപ്പെട്ട തുളസിമാല ധാരാളമാണ്. പിന്നെ താമര ഉണ്ട്. അപ്പോൾ അവിടെ തൊഴുത് നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണാം. അതൊക്കെ കണ്ട് അങ്ങനെ കണ്ണൻ്റെയും മുരുകൻ്റെ അടുത്തൊക്കെ കണ്ട് ഹനുമാൻ്റെ അടുത്ത് വരിക. ഇന്നിപ്പോൾ ഒരു ലേശം കുങ്കുമം മാത്രമേ ഉള്ളൂ കേട്ടോ, മാലകളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കാം കേട്ടോ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ച് ബാക്കിയുള്ള കൃഷ്ണനും രാധയൊക്കെ കണ്ട് രാധാകൃഷ്ണൻ്റെ വിഗ്രഹം കാണാം. അതേപോലെ കാളിയമർദ്ദന രൂപിയെ കാണാം. വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് ആ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നെ താമരക്കണ്ണനെ, കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുത് നേരെ നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കാണാം. കൊടിമരം കണ്ട് തൊഴാം. പിന്നെ നമ്മൾ ആ മണിക്കിണറും നൃത്താറയൊക്കെ കണ്ട് കുറൂരമ്മേനെയും നാരദരെയും അതേപോലെ വാസുദേവരെയും മേൽപ്പത്തൂരിനെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വരിക. അങ്ങനെ വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് വടക്കേ നടയിൽ കൂടെ വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. അതിനുശേഷം നമ്മൾ നേരെ എടത്തിരുകത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. ഭഗവതിയുടെ അടുത്തേക്ക് വരുമ്പോഴോ അവിടെയൊക്കെ കുറച്ചൊക്കെ തിരക്കുണ്ട്, എന്നാൽ വലിയ തിരക്കില്ല. ഇങ്ങനെ ഭഗവതിയുടെ അവിടെ വരുമ്പോൾ അവിടെയും കോളകയാണ്, അലങ്കാരം ഇങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. പിന്നെ ധാരാളം മാലകളുണ്ട്, പൂക്കളുണ്ട്. അപ്പോൾ അമ്മേനെ പ്രാർത്ഥിക്കാം കേട്ടോ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ അങ്ങനെ തിരിഞ്ഞ് നിന്നിട്ട് മമ്മിയൂരപ്പനെ മനസ്സിൽ പ്രാർത്ഥിക്കുക. എന്നിട്ടൊന്ന് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക, ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. അങ്ങനെ അവിടുന്ന് വരുമ്പോൾ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും നമുക്ക് ആ താമരക്കണ്ണനെ കാണാം. ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ഒന്ന് നമസ്കാരമൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ വരിക. അങ്ങനെ വന്ന് കൂത്തമ്പലത്തിൽ പോയിട്ട് തൊഴാം. പിന്നെ അവിടെ വന്ന് പ്രാർത്ഥിച്ച് അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഒന്ന് മുഖമൊക്കെ ചന്ദനം ചാർത്തിയിട്ടുണ്ട്, കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്, കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്, ഗോപീതിലകം വെച്ചിട്ടുണ്ട്, മാറത്ത് നല്ലൊരു മാല വെച്ചിട്ടുണ്ട് സ്വർണത്തിൻ്റെ. പിന്നെ കൈവളകളൊക്കെ അങ്ങനെ അണിഞ്ഞ മാതിരി തന്നെയാണ്. അതേപോലെ നല്ലൊരു പാവ് കൊണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ധാരാളം പൂക്കളുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമി പ്രാർത്ഥിക്കാം കേട്ടോ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അയ്യപ്പസ്വാമിയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരിക. അങ്ങനെ വന്ന് പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കണ്ട് തൊഴാം.
അത് കഴിഞ്ഞാൽ ദീപസ്തംഭത്തിൻ്റെ മുകളിൽ ആ കൊടിമരത്തിൻ്റെ മുകളിൽ നോക്കുക. അപ്പോൾ ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ് നടയിൽ കൂടെ ഇങ്ങനെ പുറത്തേക്ക് വരിക. പുറത്തേക്ക് വന്നാൽ അങ്ങനെ ആ കുളത്തിനെ, രുദ്രതീർത്ഥ കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാൻ പോവുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കാണാം, ഒന്ന് കണ്ട് തൊഴാം. അങ്ങനെ നമ്മൾ അന്നലക്ഷ്മി ഹാളിൻ്റെ അധീനം ഇങ്ങനെ പോയ നാരായണാലയം കാണാം. അവിടെ വന്നാൽ കൃഷ്ണൻ്റെ വിഗ്രഹം കാണാം. അതായത് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ശ്രീകൃഷ്ണ വിഗ്രഹം, അത് കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഭഗവതി നടയിലും വന്ന് അതേപോലെ കിഴക്കേ നടയിലുള്ള വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഒന്നുകൂടി നോക്കിയിട്ട് തൊഴുക. അതിനുശേഷം തെക്കേ നടയിലേക്ക് ഇങ്ങനെ ആ കൂവളത്തെ കാണാം. കൂവളത്തിനെ പ്രദക്ഷിണം വെക്കാൻ വേണ്ടി പോവാം. അങ്ങനെ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ മഹാദേവനും പാർവതീദേവിനെയും ഒക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ അവരുടെയും അനുഗ്രഹം ലഭിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളപാലങ്കാരും ഒക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. അതുപോലെ നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും, പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാവർക്കും, അതുപോലെയുള്ള നമ്മുടെ കൂടെ എല്ലാവരെയും, നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും ആശിച്ച കാര്യങ്ങളൊക്കെ നടക്കണം, ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.